രാഷ്ട്രീയ ജാതിമത വർഗ പ്രായ ലിംഗഭേദമില്ലാതെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും ഭാവി കേരള സൃഷ്ടിക്കുമുള്ള അഭിപ്രായം അറിയിക്കാനും നവകേരള സദസ്സിനായി ജനം ഒന്നിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊയിലോൺ സഹകരണ സ്പിന്നിംഗ് മിൽ മൈതാനിയിൽ നടന്ന ചാത്തന്നൂർ നിയോജക മണ്ഡലം നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഓഖി, നിപ്പ, പ്രളയം, കാലവർഷക്കെടുതി, കോവിഡ് തുടങ്ങി കനത്ത തിരിച്ചടി സംസ്ഥാനം നേരിട്ടപ്പോഴും തകരാതെ കൂട്ടായ പ്രവർത്തനത്തോടെ ഇവയെല്ലാം അതിജീവിച്ചു. ജനപിന്തുണ കൊണ്ട് മാത്രമാണ് തകർന്നു പോകുമെന്ന് കരുതിയ നാട് തിരിച്ചു വന്നത് ലോകം കണ്ടത്. ആളോഹരി വരുമാനത്തിൽ അഭിമാനകരമായ വളർച്ച കൈവരിച്ചു. ഇത്തരം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നൽകാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ധനകാര്യ കമ്മീഷനെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് എത്തി നിൽക്കുന്ന നില, അതോടൊപ്പം നാടിൻ്റെ മുന്നേറ്റത്തിന് സ്വീകരിക്കുന്ന നടപടികൾ, ഇത് ജനസമക്ഷം അവതരിപ്പിക്കുക. അതോടൊപ്പം നാടിൻ്റെ മുന്നേറ്റത്തിന് സ്വീകരിക്കുന്ന നടപടികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കണം. ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, GR അനിൽ, PM മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു. GS ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, K രാധാകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ, MB രാജേഷ്, R ബിന്ദു, ആന്റണി രാജു, വീണ ജോർജ്, സജി ചെറിയാൻ, P പ്രസാദ്, V ശിവൻകുട്ടി, K രാജൻ, P രാജീവ്, VN വാസവൻ, റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ചാത്തന്നൂർ മണ്ഡലം നവകേരള സദസ്സിൽ 21 കൗണ്ടറുകളിൽ നിന്നും 4154 നിവേദനങ്ങൾ ലഭിച്ചു. സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ലഭിച്ച നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.